അങ്ങനെ മണ്ഡലകാല വ്രതം തുടങ്ങിയിട്ട് ഇന്ന് 30ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ രാവിലെ തന്നെ നല്ല ചൂട് പുട്ടും കടലയായിരുന്നു കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. രാവിലെ തന്നെ ഇതൊക്കെ കിട്ടുമ്പോൾ അന്നത്തെ ഡേ തന്നെ അടിപൊളിയാവും. പിന്നെ തലേ ദിവസം പള്ളിയിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് കുക്കി കഴിച്ചു. സ്ട്രോബെറി കുക്കി ആയിരുന്നു അത്. പിന്നെ പള്ളിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഈ കരിമ്പ്. ഇതിങ്ങനെ കഴിച്ചിട്ട് സെറ്റായില്ല. സോ ഞാൻ അതിൻ്റെ തോലൊക്കെ മാറ്റി അങ്ങനെ കഴിച്ചു. നല്ലതായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി വൈകുന്നേരം വരെ. പിന്നെ എണീറ്റിട്ടൊരു പഴം കഴിച്ചു. പിന്നെ ഫ്രിഡ്ജിൽ സ്പ്രൈറ്റ് ഇരിക്കുന്നത് കണ്ടു, അതും എടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് കുറച്ച് കിഴങ്ങ് ഫ്രൈ ചെയ്തു. പിന്നെ പപ്പടവും ഉണ്ടാക്കി. നേരെ കുറച്ച് ചോറ് കഴിച്ചു. ചോറും തൈരും പൊട്ടറ്റോ ഫ്രൈയും പപ്പടവും തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്ത നല്ല തക്കാളിക്കറി അടിപൊളിയായിരുന്നു. എൻ്റെ വീട്ടിൽ ഏത് പാതിരാത്രിക്കുള്ളൊരു സാധനമാണ് ഈ തൈര്. എൻ്റെ അച്ഛന് തൈരില്ലാണ്ട് ഫുഡ് കഴിക്കാനേ പറ്റില്ല. നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ പോലും എൻ്റെ അച്ഛൻ ഒരു പാക്കറ്റ് തൈര് കൊണ്ടുപോകാറുണ്ട്. ബിക്കോസ് തൈരില്ലാണ്ട് എൻ്റെ അച്ഛൻ ഫുഡ് കഴിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. തള്ളല്ല, സത്യമാണ്. വീട്ടിൽ നിന്ന് തൈര് പാഴ്സലാക്കി കൊണ്ടുവന്നിട്ട് അച്ഛൻ കഴിക്കാറ്. ചൂട് സത്യം പറഞ്ഞാൽ പപ്പടത്തിനും ആ കറിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ചൂടോടെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഫുഡ് കഴിക്കാൻ തോന്നും. അപ്പം ഞാൻ അതും കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പായസം കഴിച്ചു. പായസത്തിൻ്റെ കൂടെ പപ്പടവും പഴവും എനിക്ക് നിർബന്ധമാണ്. എവിടെ ചെന്നാലും എനിക്കത് വേണം. എന്തൊരു ടേസ്റ്റാണെന്നറിയോ, കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. പിന്നെ എൻ്റെ ഫേവറേറ്റ് കോഫി കുടിച്ചു. നല്ല ക്രീമി കോഫിയാണ്. ഇതുണ്ടാക്കുന്ന റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് കാര്യമായിട്ട് കഴിച്ചുകൊണ്ട് ഡിന്നറൊന്നും കഴിച്ചു.